ആ സൗണ്ട് ഉണ്ടാക്കണ കിളിയുണ്ടല്ലോ, ദാ മരത്തുമ്മ ഇരിക്കണുണ്ടോ, ചെറിയ കിളിയാട്ടാ. നന്നായിട്ട് ഇരുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട് കണ്ട. നല്ല സൗണ്ടാ. അത് മരത്തിൻ്റെ ഏറ്റവും മുകളിലെ കൊമ്പുമ്മയായിട്ട് ഇരിക്കുന്നത്. പുതിയ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. ഞാൻ നോക്കി എന്ത് ഭംഗിയല്ലേ. ആ ബാക്കിൽ നിൽക്കുന്ന ആ മരത്തുമ്മേന്ന് ഇലകൾ വരുന്നുള്ളൂ കേട്ടോ. അതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വരുന്നത്. എന്തൊരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിൽ നോക്കി ആ മരത്തുമ്മയ്ക്ക് ഫുള്ള് വന്നു. ഇലയുടെ കളർ കണ്ട, നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കളർ. കാരണം കിളിന്തലയാണല്ലോ, ഇത് ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ആകെ ഇങ്ങനെ ഒരു ക്ലൗഡി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണല്ലോ ഈ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയം കാണാൻ വേണ്ടിയിട്ട്. ആ കിളി ഇരുന്നിട്ട് തകർത്ത് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആൺകിളി പെൺകിളീനെ വിളിക്കുന്നതാണോ, പെൺകിളി ആൺകിളീനെ വിളിക്കുന്നതാണോ, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കുന്നതാണോ, ആരൊക്കെയോ അവർ ഇന്നിട്ട് വിളിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തണുപ്പൊക്കെ മാറി ചൂടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർക്കും വലിയ സന്തോഷമായി. ഇവിടേക്ക് നോക്കിക്ക് മരത്തുമ്മയ്ക്ക് നോക്കിക്കുക ഇലകൾ വന്നു. ആ കിളി ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പൊ സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ട ചെറുതായിരിക്കും. ഇവിടെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിറച്ചും കിളികൾ വരും കേട്ടോ. പിന്നെ നമ്മൾ കിളികൾക്ക് ഫുഡ് കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ കിളികൾ നിറയും ഇവിടെ. പല നിറത്തിലുള്ള കിളികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മേപ്പിൾ ട്രീയുടെ ഇലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമായിരിക്കണല്ലേ. നമ്മുടെ ചിമ്പൂട്ടൻ പോയിക്കൊണ്ടിരുന്ന വഴിയാട്ടായി കാണണത്. ആ മരത്തുമ്മയ്ക്ക് ഒരു വിടവ് കണ്ട, അത് അവൻ ഉള്ളിൽ കൂടെ കയറിക്കൊണ്ടിരുന്ന വിടവുകളാണ് ആ കാണണത്. കാജൽ, ക്യാഷ് ക്യാഷ് ക്യാഷ്. കാജലിനെവിടെയാ? 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 ആസ്പെൻ, ആസ്പെൻ, ആസ്പെൻ. ഇടി വാ. ചേട്ടന് ഒരു മൈൻഡില്ല. സ്ട്രോബെറി സ്മൂത്തി ഉണ്ടാക്കിയതാട്ടെ. ഒന്നുമില്ല, അതിനകത്ത് സ്ട്രോബെറിയും പിന്നെ പാലും കൂടി ഒഴിച്ചിട്ട്, മധുരമൊന്നും ചേർത്തിട്ടൊന്നുമില്ല.
ആസ്പിൻ പുറത്ത് പോകണോ വേണ്ടതെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. സ്ട്രോബെറിയും പിന്നെ പാലും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. ഇത് കാണിക്കാൻ കാരണം എന്തെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ സാധാരണ ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നാശമായി പോകും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാനും പ്രോത്സാഹനം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിക്കാണ്ട് അങ്ങനെയൊക്കെ ബാക്കി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടിട്ട് സ്മൂത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രീസ് ചെയ്തിട്ട് അടിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഴങ്ങളൊക്കെ നന്നായിട്ട് പഴുക്കണ സമയമുള്ള, അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതെടുത്തിട്ട് പാലൊഴിച്ചിട്ട് നല്ല മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇടണ്ട. അല്ലെങ്കിൽ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഈന്തപ്പഴം ഇടും, അല്ലെങ്കിൽ തേൻ ഒഴിക്കും. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുടിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടമാവും. കാരണം ഭയങ്കര തിക്കായിട്ടിരിക്കും. ഫ്രഷായിട്ട് അടിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കാണിച്ചത്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ചിമ്പൂട്ടം പോയിട്ട് വന്നു എന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ചോദിക്കണ്ട കേട്ടോ. കാരണം ചോദിക്കുമ്പോൾ അപ്പോൾ ഇനി നിങ്ങളത് ചോദിക്കണ്ട. കാരണം ചോദിക്കുമ്പോൾ പിന്നെ നമുക്കത് ഭയങ്കര വിഷമമാണ്. ഞാൻ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവൻ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും. ഞാൻ ആദ്യം വിചാരിച്ചു അവൻ വരുമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും എപ്പോഴും ഞാൻ വിചാരിക്കും അവൻ വരുമെന്ന്. പക്ഷെ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞില്ലേ, ചിലപ്പോൾ വരുമായിരിക്കും, അറിയില്ല. ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈസ്റ്ററിന് വാങ്ങിച്ചതാട്ടോ. ഈസ്റ്ററിന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിമ്പൂട്ടനൊക്കെ പോയിരിക്കണേ പിന്നെ അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ചിമ്പു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞിനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈ പ്രാവശ്യം വാങ്ങിച്ചത് കുറച്ചിങ്ങനെ ഫാൻസി ആയിട്ടുള്ള, കാണാൻ കുറച്ച് ഭംഗിയൊക്കെയുള്ള അങ്ങനത്തെ ഫാൻസി കോഴികളുണ്ടല്ലോ. മുട്ടയിടും, സാധാരണ മുട്ടയിടുന്ന പോലെ ഇടും. അങ്ങനത്തെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈസ്റ്ററിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. പക്ഷേ ഇവരേനെ കുറച്ച് ദിവസമൊക്കെ ഞാനവിടെ അകത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ പോണവരൊക്കെ അകത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടും അകത്തന്നെ വെച്ചു. കാരണം നമുക്കിതിന് മുമ്പ് നമുക്ക് ടുട്ടു എന്ന് പറഞ്ഞിട്ടൊരു കോഴിക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കോഴിക്കൂട്ടിൽ കൊണ്ടുവന്ന് ആക്കിയില്ല. എനിക്ക് പേടിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ എങ്ങാനും പോകുമെന്നുള്ളത്. അത് കാരണം ഒരുവിധം വലുതാവണ വരെ ഞാൻ 1 മാസം അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ അവരെന്നെ അകത്ത് നമ്മുടെ അവിടെ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കണില്ല, അവിടെ നമ്മൾ ഒരു ബോക്സിലേക്ക് ആയിട്ട് വെച്ചിരുന്നു, ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ കോഴിക്കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതേവരെ ഞാൻ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അതിനകത്ത് ഒരു തൊപ്പിക്കോഴിയുണ്ട്. 9 കോഴീനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 8 വാങ്ങിച്ചത് 8 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അതിൽ നിന്ന് ചത്തുപോയി. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴിയായിരുന്നു. സാധാരണ എപ്പോഴും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പോണത്. അത് ഒരെണ്ണം തലയിൽ തൊപ്പി, 2 തലയിൽ തൊപ്പിയുള്ളതായിരുന്നു. ഒരെണ്ണം പോളിഷ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി എന്നാണ്. പിന്നെ അങ്ങനെ തൊപ്പി തന്നെയായിട്ട് വേറെ പല കളറുകളായിട്ട് വരുന്ന ഒരു കോഴീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ വാങ്ങിച്ചില്ല, അതിനകത്ത് ഏറ്റവും വില കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം അത് ചത്തുപോയി. ബാക്കിയുള്ളവരൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന അവരെ പുറത്തേക്ക് ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായി തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളും ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ചെറി ബ്ലോസം ഉണ്ടല്ലോ, അതുമ്മ നിറച്ചും പൂ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സീനിയയുടെ വിത്തുകളൊക്കെ ഞാൻ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്, കാണിക്കാം. നമ്മുടെ ഡാലിയ, ഈ വർഷം നമ്മുടെ ഡാലിയ എല്ലാവരും പോയി. അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർഷവും കുറച്ചെങ്കിലൊക്കെ നമുക്ക് അത് ഡാലിയ കിഴങ്ങ് അടിയിൽ കിടന്നിട്ട് അത് പൊന്തി വരുന്നതാണ്. പക്ഷേ ഈ വർഷം ഭയങ്കര സ്നോ ആയിരുന്നല്ലോ. കാരണം സ്നോ വന്നിട്ട് അതിങ്ങനെ മൊത്തം ഇങ്ങനെ കിടക്കായിരുന്നല്ലോ. ഈ കഴിഞ്ഞ വിൻ്ററിൽ മൊത്തം സ്നോ അങ്ങനെ അല്ലെങ്കിൽ സ്നോ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ ചൂട് അല്ലെങ്കിൽ മഴയ്ക്ക് വരുമ്പോൾ പോവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത് പോയില്ല. അത് കാരണം എല്ലാ ഡാലിയയും നമ്മുടെ പോയി. ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ കുറച്ച് ഡാലിയുടെ കിഴങ്ങ് ഞാൻ വാങ്ങിച്ചു. പിന്നെ നമ്മൾ സീനിയറുടെ വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ കൊണ്ടുപോയി നമ്മുടെ ഡാലിയ തോട്ടത്തിൽ നിറച്ച് നട്ടു. സത്യം പറഞ്ഞാൽ അത് നട്ടിൽ ഭയങ്കര പണിയായിരുന്നു. കാരണം കുഞ്ഞു തൈകളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ
ഞാൻ വിചാരിച്ചു മഴയത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിന് നല്ല നനവുണ്ടാവില്ല. ശരിക്കും ഞാൻ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് പാവിയിട്ട് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ സാധാരണ തോട്ടങ്ങളിൽ കൊണ്ടുവന്ന് നടുമ്പോൾ മഴയുള്ള ദിവസങ്ങൾ നോക്കും. ഇവിടെ പിന്നെ നമുക്ക് വെതർ പിന്നെ നമുക്ക് ഒരാഴ്ച മുമ്പേ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ മഴയുള്ള ആ ദിവസങ്ങളായിട്ടാണ് ഞാൻ നടുക. അല്ലെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു തൈകളായിരിക്കുമല്ലോ. നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും അതൊക്കെ വാടി പോയിട്ടുണ്ടാവും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴയും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അവിടെ പോയിരുന്നിട്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോയിരുന്നു. അതുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി നമ്മുടെ ഡാലിയ തോട്ടത്തിൽ ഈ വർഷം നമ്മൾ മൊത്തം നട്ടേക്കുന്നത് സീനിയയുടെ. എല്ലാ വർഷവും നമ്മൾ സീനിയ നമ്മൾ ഡാലിയ തോട്ടത്തിൻ്റെ ഒരു പകുതിയൊക്കെ നടാറുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ വൈൽഡ് ഫ്ലവറൊക്കെ നടാറുള്ളൂ. ഈ പ്രാവശ്യം ഞാൻ മൊത്തം ഞാൻ നട്ടു. കാരണം കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് നടാനൊക്കെ ആയിരുന്നാലും കുറേ സമയം എടുത്തു. എനിക്ക് പേടിയായിരുന്നു. ഇവിടെ മറ്റേ നമ്മുടെ ഇതുണ്ട് എന്ത് സാധനം നമ്മുടെ അണ്ണാൻ, വലിയ അണ്ണാനാ. നമ്മുടെ കൈയുടെ മണം കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ചെന്നിട്ട് ഈ പുള്ളി മാന്തും. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ രാവിലെ പോയി നോക്കി ഇതൊക്കെ ഞാൻ മാന്തി കളഞ്ഞിട്ടുണ്ടെന്ന്. കാരണം മാന്തിയിട്ട് രണ്ടാമത് പിന്നെ നടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടേ. ഇനിയും നമുക്കിവിടെ കുറേ സ്ഥലത്തൊക്കെ നടാനൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് വീഡിയോയും പിടിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് എനിക്ക് പിന്നെ ഓർഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണി വരെയൊക്കെ പുറത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല പണിയുള്ള സമയമുള്ള പുറത്ത് എന്നാലും നല്ല രസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കാം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. പിന്നെ ചെറിയ ബ്ലോസത്തിൻ്റെ പൂ വിരിഞ്ഞേക്കുന്നത് അതും കാണിക്കാം. ഇവിടെ താ നോക്കിക്ക് നല്ല ഭംഗിയുള്ള ഒരു പൂ ഉണ്ടായിക്കണേട്ടാ. ഇത് ഭംഗി മാത്രമല്ല കേട്ടോ, മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു മണം എന്നറിയാം. അത് എല്ലാ വർഷവും ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ട്. നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നാട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. ഇതിനെ ലൈലാക്ക് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതിവിടെ വലിയൊരു ഇത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ കമ്പുകൾ പറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം 2 സ്ഥലത്തൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഒരു ചട്ടിയിലാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വിരിയാനുണ്ട്. അങ്ങനെ നിറച്ച് അങ്ങനെ പൂ വിരിയില്ല. ഇതുമ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി 2-3 ഇതേപോലത്തെ 2-3 ഓടിയുണ്ട്. മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മണം. അത് രാവിലെയൊക്കെ വന്നിട്ട് മണത്തോർന്നു. ഇപ്പോഴായിരുന്നാലും ശരിക്കും നല്ല മണം. എനിക്ക് വേണം നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മണത്തിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു മണമാണ് മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ. പക്ഷേ അതിന് നല്ല സ്ട്രോങ് ആയി മണം. ഇത് കാണാനായിരുന്നാലും നല്ല ഭംഗിയാണ്. എനിക്ക് വേണം അവിടെ സൺലൈറ്റ് വരുന്നതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ശരിക്കും വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചിങ്ങനെ ഒരു ലൈറ്റായിട്ട് വരും. അതിങ്ങനെ വിരിയാൻ പോണതിന് മുമ്പ് ഇതാ നോക്കിക്കുക നല്ല ഒരു ഡാർക്ക് കളറായിട്ട് വരും. ആ കളറ് ശരിക്കും അത്രയ്ക്ക് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നല്ല സൺലൈറ്റ് വരും. പക്ഷേ ഭയങ്കര മണം കേട്ടത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടിൽ ഇതാ നോക്കിക്കേ 2 കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് മുട്ടയിടാനിരിക്കുന്ന നോക്കിക്കേ. ഞാനിവിടുത്തെ ഡോർ അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് ചാടും. വേറൊരു കൂട്ടർ വേറെ സ്ഥലത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും കുറേ മുട്ട ഇട്ടിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാവരും മുട്ടയിടുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഈ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊരു കൂടുണ്ട്, അതിൻ്റെ ഉള്ളിലാക്കിയേക്കണേ. ഞാൻ പുറത്തേക്ക് ആകട്ടെ. ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ ഇറങ്ങുമെന്നൊന്നും അറിയില്ല, നോക്കട്ടെ. ഇത് നമ്മുടെ കോഴിക്കോട്ടിൽ നിന്ന് മുട്ട എടുത്തത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് പല കളറുള്ള മുട്ടകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗ്രീൻ കളറുള്ള നമ്മുടെ താറാവ് ഇടുന്ന മുട്ടയുടെ അത് നോക്കിക്കേ. അത് വെള്ളമുട്ടയുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ കളറ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്താ നോക്കിക്കേ, കണ്ട ഒരു താറാവ് ഇടുന്ന മുട്ടയത്. ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചേക്കണ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരായിരുന്നാലും പല കളർ ഇടുന്ന മുട്ടകളാട്ടോ. നമ്മുടെ ടുട്ടു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഒരു മെറൂൺ പോലത്തെ കളർ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ നമ്മുടെ ടുട്ടുവിൻ്റെ പോലത്തെ ഒരു കോഴിക്കുഞ്ഞിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒലിവ് എന്താ ഒരു ഗോൾഡൻ കളർ മുട്ടയിടുന്ന ഒരു കോഴിയുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ പച്ചമുട്ട ഇടുന്ന ഒരു കോഴി അമേരിക്കാനെന്ന് പറഞ്ഞിട്ടൊരു കോഴി നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ആ കോഴിയുണ്ട്. പിന്നെ പക്ഷേ അവരെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അവർ ചെറുകുന്നൊക്കെ ഇങ്ങനെ കണ്ടമാനം ഡിസൈനുകളൊക്കെയുള്ള കോഴികളാണ്. വലുതായി വരുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയ്ക്ക് മുട്ട കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ പോയിട്ട് കുറച്ച് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു.
ഇന്നലത്തെയും കുറച്ച് മുട്ടയുണ്ട്, ഇന്നത്തെ മുട്ടയും കൂടിയിട്ടുള്ള മുട്ടയിട്ടത്. ഒന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്നു, പക്ഷെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇയാളാണ് നേരത്തെ എത്താം. ക്യാഷ് ഗാജൽ എത്തിയിട്ടില്ല കേട്ടോ. എനിക്കാണ് കുറച്ച് നേരമായിട്ടുണ്ട് അപ്പോൾ വന്നിട്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തുള്ളൂ ഫുഡിന് വേണ്ടിയിട്ട്. അല്ലേടി ബാ ഫുഡ് കഴിക്കാം, ബാ ഉണ്ടപ്പോ ബാ. ഇതായിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാം കൂടിയിട്ട് അയച്ചിട്ടിട്ട് ഓരോ സ്ഥലത്ത് പഞ്ഞിയിരിക്കുക പോയിട്ട്. ഇവരുടെ മേത്തൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ വരും കേട്ടോ. എല്ലാവരും സെയിം പ്രായമായിരുന്നു. അതിനകത്ത് ഒരു കോഴി നോക്കിക്ക്, അതിൻ്റെ പേര് സോംബി എന്നാ കേട്ടോ. സോംബി ആ വലുത്, മറ്റേത് പോളിഷിൽ പെട്ട ഒരു കോഴിയാണ്. പിന്നെ ഉള്ളത് അത് അതിൻ്റെ മേത്ത് നിറച്ച് ഇങ്ങനെ ഒരു തരം ഡിസൈനുകൾ വരും. അത് സിൽവർ ഫണ്ടോട്ടി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ കോഴികൾ. മറ്റേത് കുപ്പി കോഴീനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ചെറിയ തണുപ്പുണ്ട്. ഞാൻ അവരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി പോവാം. നീ പിടിച്ചിട്ട് കൊണ്ടുപോകണം. അവരെ തന്നെ കയറാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടെ. അത് നമ്മുടെ ആസ്പിൻ കുട്ടൻ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ആസ്പിനെ കാണിച്ചപ്പോൾ ആസ്പിന് പ്രായമായി. ആസ്പിന് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ആസ്പിൻ നല്ല ചുള്ളനായിട്ട് നിൽക്കുന്നുണ്ട്. ആസ്പിനെ അവിടെ കുഴപ്പമില്ല കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കാം. പക്ഷേ ആസ്പിനെ ഒന്നിനും പിടിക്കില്ല കേട്ടോ. ചിമ്പുട്ടനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനെ പറക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചേനെ. പക്ഷേ ആസ്പിൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആസ്പിൻ ജസ്റ്റ് നോക്കാണ് എന്താ പരിപാടിന്ന്. വരാൻ ഞാൻ പിടിച്ചെടുക്കട്ടെ. ആട്ടി കയറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. മറ്റേത് എന്ത് വലുതായിന്ന് പറയാം. അത് കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ വെള്ളക്കോഴി ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. എല്ലാവരും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും സെയിം ഏജ് ആയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതനുസരിച്ചിട്ട് വലുതാകുന്നത്. ഇവിടും വലുതായിട്ടുണ്ട് കേട്ടോ. മറ്റുള്ള കോഴികളൊന്നും വലുതായിട്ടില്ല. നല്ല രസമുണ്ടല്ലോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചാൽ അവിടെ ഇങ്ങനെ പുല്ലിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ പുല്ലിലേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ട് ആസ്പിൻ കുട്ടൻ പോവാട്ടെ. പുല്ലൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ. വരണോട്ടെ ഇങ്ങടെ. ആസ്പിൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞേക്കും അവിടെ വല്ലയിടത്തും ചിമ്പുട്ടനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണക്കൊക്കെ മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ മറ്റേ ഇവിടെ ഒരു ചെറിയൊരു വീട് നമ്മൾ പണിതിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെയുള്ള തോട്ടാണ്. ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ നിറച്ചും സീനിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റോസ് ഉണ്ട് കേട്ടോ. ഇപ്പം കഴിഞ്ഞ വർഷം പൂവുണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. റോസൊക്കെ ഞാൻ കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പൂവുണ്ടാവും. ഞാൻ ഈ തോട്ടത്തിലായിരുന്നല്ലോ ഈ വർഷം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നമ്മൾ സീനിക മാത്രമേ ഉള്ളൂ. ഡാലിയും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ പല സ്ഥലത്തും നട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ പലതരത്തിലുള്ള സീനിക ഉണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് കുറേ വെറൈറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ മൂഴിക്കുളത്ത് ഒരു കുട്ടിയുടെ അടുത്ത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷം സീനിയയുടെ വിത്ത് കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിടിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ അയക്കണോട്ടെ, പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ അടുത്ത വർഷം ഞാൻ ഈ വരുമ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ സമയമൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇവർക്ക് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവരെ ഞാൻ അറിയണതല്ല. പക്ഷെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാനപ്പോൾ പോയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ വിത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. സീനിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവുമല്ലോ. പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളാണ്. അതായത് അതിനെ എടുത്ത് പിടിച്ച് നടാനൊക്കെ കുറച്ച് പണിയാണ്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് വെന്തി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, അതിവിടെ കുറേ ഇങ്ങനെ പല സ്ഥലത്തേക്ക് കടന്നിട്ട് ഇങ്ങനെ മുളയ്ക്കുന്നുണ്ട്. നമ്മുടെ കുഴപ്പങ്ങൾ അയച്ചിട്ട് അവരങ്ങോട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് പോയേക്കാണ് ഉണ്ടല്ലോ. ഇത് ഈ ചെടിയുണ്ടോ, ഇത് ഇവിടെ
ഇവിടെയും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, പിന്നെ അവിടെ ബാക്കിലും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ തോട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു ചെടിയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മറ്റേ കോസ്ട്രിക്കയിൽ പോയപ്പോൾ ഞാനൊരു ചെടി കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് വലുതായി പോയിട്ട് പോകുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം പറയുമ്പോൾ അതിന് പൂരിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതല്ല, അത് ഞാൻ കടയപ്പാടി തന്നെ അവിടെ നിന്ന് ഞാനന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നല്ല കിഴങ്ങങ്ങനെ ഞാൻ ഇട്ടിട്ട് മുളച്ച് വന്നേക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും ഞാൻ വെയിറ്റ് ചെയ്യണം ഇത് എന്ത് സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പൂവല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറിച്ച് കളയാന്ന് വെച്ച് ഞാൻ വിചാരിക്കുന്നത് അപ്പുറത്തെ തോട്ടത്തിലും ഒരെണ്ണം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് മഞ്ഞ കളറിൽ ഇങ്ങനെ കുറേ പൂവായിട്ട് ഇങ്ങനെ കൊല കുത്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് പൂവാന്ന് അറിയുന്നത്. അത് എല്ലാ വർഷം ഇങ്ങനെ പൊന്തി വരുന്ന ഒരു ചെടിയായിരുന്നു. അതും അവിടെ പൊന്തി വന്നിട്ടുണ്ട്. അതിൻ്റെ അല്ലേ ഇതേപോലെ തന്നെ തോന്നണത്. ഇനിയപ്പോൾ ഞാൻ വല്ലപ്പോഴും വല്ല കിഴങ്ങാനും കുഴിച്ചിട്ടിട്ട് ഇപ്പം എങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഒരു മാസമായിട്ട് തന്നെ നമ്മൾ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ മണ്ണടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മളിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ഒരു പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കോഴിക്കുഞ്ഞിനെ അയച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ കൂട് തുറന്ന് കഴിയുമ്പോൾ അതിന് മുട്ടയ്ക്ക് ഒരു കോഴി ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വെകിളി കോഴി അവൾ മുട്ടയ്ക്ക് ഇരിക്കുന്നത്. അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൂടിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നുണ്ട്. അവർക്കുള്ള പണിയുണ്ടോ? ഞാൻ ചട്ടിയിൽ കുറച്ച് സീനി തൈകൾ നട്ടിട്ടുണ്ട്. അത് മാന്താൻ വേണ്ടിയിട്ട് കയറിയേക്കാൻ തപ്പി ശരിയാക്കി തരടി. വേറെ ഇനി മുട്ടയിടുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് വന്നാണ് പോയി മുട്ട ഇറി ഇറങ്ങിപ്പോയി. എൻ്റെ കോഴി എത്ര നേരം ഈ മുട്ടയിടാനിരുന്നിട്ട് നോക്കട്ടെ. മുട്ടയിട്ടു ഭയങ്കര വലിയ കോഴിയാട്ടോ. അത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ കാർബോർഡ് നിറഞ്ഞു. അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി കയറ്റിയിട്ട് അവരുടെ കയറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടായിരുന്നു. പിള്ളേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. പോൾസേട്ടൻ്റെ കൂടെ ഇല്ല, പോൾസേട്ടൻ പുറത്ത് പോയേക്കാം. പിന്നെ എല്ലാത്തിനെയും കൂടിയിട്ട് ഒരുമിച്ച് കയറ്റി നമ്മുടെ കോഴികളതിനെ കഴിച്ചിട്ടൊക്കെ എന്താട്ടാ അവർക്ക് പുല്ല് കഴിക്കണം. പക്ഷേ ഇവിടെ അവർക്ക് പുല്ലുണ്ടല്ലോ വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമായി. കാരണം ഈ വർഷം ഭയങ്കര സ്നോ ആയിരുന്നല്ലോ. അവർക്ക് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റണ്ടായിരുന്നില്ല.